ഹായ് ഹലോ കൂട്ടുകാരെ വരൂ. ഞാൻ ഇന്ന് മാങ്ങ അച്ചാർ വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ വയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, ഗ്യാസ് എത്തിച്ചു കൊടുക്കാം അല്ലേ. ഗ്യാസ് എത്തിച്ചിട്ടുണ്ട്. നല്ല ചട്ടി ഒന്ന് നല്ലവണ്ണം ചൂടാവട്ടെ. നല്ല ചൂടായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ വീത്തി കൊടുക്കണം അല്ലേ. നല്ലവണ്ണം ചൂടാവട്ടെ. ചട്ടി നല്ല ചൂടായതുകൊണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ വീത്തി കൊടുക്കാം. അച്ചാറല്ലേ, അപ്പം ഇച്ചിരി എണ്ണ തോനെ വേണം അല്ലേ. ഓക്കെ, എണ്ണ ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടുക് ഇട്ട് കൊടുക്കാം അല്ലേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാ, അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അല്ലേ. വെളുത്തുള്ളി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ചുമന്ന് വരട്ടല്ലേ. നല്ല വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. നല്ല വെള്ളം ഇളക്കി കൊടുക്കാം. നല്ല ഒരു മെറൂൺ കളറാവണം അല്ലേ. ഇത് നല്ല ചേർത്ത് നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അല്ലേ. ഞാൻ വയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. പല പല സ്ഥലങ്ങളും പല രീതിയിലാണല്ലേ വയ്ക്കുന്നതെല്ലാം. എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെയാണോ വയ്ക്കുന്നത്? ഞാൻ വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ അതാ കടുക് ചതച്ച കടുകാണ്. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. മാങ്ങ അച്ചാറിടുക ഇങ്ങനെയാണ്. നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ. നല്ല ചുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ അതിലോട്ടിട്ട് കൊടുക്കാം അല്ലേ. മാങ്ങ ഒന്ന് അതിലോട്ടിട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലവണ്ണം നമുക്കത് ചെയ്യാം, തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം അല്ലേ. ഇപ്പോൾ കുറച്ചും കൂടെ വേണ്ടി വരും അല്ലേ, കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. നല്ലവണ്ണം നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ കുറച്ച് പച്ച എണ്ണ വീത്തി കൊടുക്കാം അല്ലേ. കുറച്ച് പച്ച എണ്ണയും കൂടെ വീത്തി കൊടുക്കാം. നിങ്ങൾ അതിനൊരു നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയ തീയിലിട്ടത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരണം കേട്ടോ, അല്ലെങ്കിൽ വെന്ത് പോകും മാങ്ങ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഈ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് കേട്ടോ. ഇതാ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ ഉപ്പും എണ്ണയും എരിവും എല്ലാം പിടിച്ച് വരുമ്പോൾ നല്ല ഒരു പഴിഞ്ഞിയെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. പഴങ്കഞ്ഞി നമുക്ക് ഇങ്ങനെ അച്ചാറങ്ങോട്ട് ഇട്ട് ഒരു കരുവാട് ചുട്ടതും പഴം കൂട്ടാനും എല്ലാം കൂടി ഇട്ട് കലക്കുണ്ടല്ലേ, മാങ്ങ അച്ചാറൊക്കെ ഇട്ട്. ഒരുപാടങ്ങ് ചൂടാവണ്ട, ചെറിയ ചൂട്. ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മുളക് പൊടി ഇടും. ഓക്കെ, നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അല്ലേ. നല്ല പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓർമ്മ കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു, അപ്പം ഞാൻ പുറത്ത് അച്ചാറിടാന്ന് വിചാരിച്ചു. എന്താ കയ്യ ഉടനെ നമുക്ക് അച്ചാറിട്ട് വെച്ചാലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കാം അല്ലേ. ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഉപ്പ് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിതിലേക്ക് ഇത്തിരി കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലേ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. ഒരുപാടങ്ങ് ചൂടാവണ്ട കേട്ടോ. ഒരുപാടങ്ങ് ചൂടായി കഴിഞ്ഞാൽ മാങ്ങ വെന്തു. മാങ്ങ ഒരുപാട് വെന്ത് പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഇല്ലാതെ വരും. ഞാൻ ഇങ്ങനെ അച്ചാർ വയ്ക്കില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ അച്ചാർ കണ്ടല്ലോ അല്ലേ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.